ഈ മൈക്രോഗ്രീൻ കൃഷിയിൽ സീഡ് ഇട്ട് മുളപ്പിക്കുന്നതാണ് നമ്മുടെ പ്രാരംഭഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതിന് ട്രേ വേണം. ഇത് ഒരു ഹോളുള്ള ട്രേ വേണം, അടിയിൽ ഹോളില്ലാത്തൊരു ട്രേയും വേണം. അത് രണ്ടും കൂടെ ഹോളില്ലാത്ത ട്രേ അടിയിൽ വെച്ചിട്ട് ഹോളുള്ള ട്രേ മുകളിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിനാവശ്യമായ സാധനങ്ങൾ കൊക്കോപീറ്റ് നനച്ചത് വേണം, പിന്നെ സീഡ് വേണം, പിന്നെ നമുക്ക് ആ സീഡിൻ്റെ വെയിറ്റ് നോക്കാനായിട്ടൊരു വെയിങ് മെഷീൻ വേണം, പിന്നെ വെള്ളം ഒഴിക്കാനായിട്ടൊരു സ്പ്രെയർ ബോട്ടിൽ വേണം, പിന്നെ ഈ കൊക്കോപീറ്റ് ഒന്ന് ലെവൽ ചെയ്യാനായിട്ട് ഒരു സാധനം വേണം. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇത് കൊക്കോപീറ്റാണ്. ഇതാണ് നമ്മൾ മൈക്രോഗ്രീൻ കൃഷി ചെയ്യുന്നതിൻ്റെ മീഡിയം. ട്രെയിൽ നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് ലോ ഈസി കൊക്കോപീറ്റാണ്. ലോ ഈസി എന്ന് പറഞ്ഞാൽ ലോ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ നല്ലതായിട്ട് വാഷ് ചെയ്തതിൻ്റെ അസിഡിറ്റി ഒക്കെ കൺട്രോൾ ചെയ്ത കൊക്കോപീറ്റാണിത്. ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് നനച്ചെടുക്കും. ചെറിയ നനവുണ്ട് ഇതിനകത്ത്. ആ നനവെടുത്ത് ഈ കൊക്കോപീറ്റ് ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. സീഡ് നമുക്ക് ഈ ഒരു ട്രേക്ക് നമുക്കൊരു 15 ഗ്രാം സീഡാണ് ആവശ്യം. അപ്പോൾ നമ്മളത് ഈ മെഷീനിൽ വെച്ച് വെയിറ്റ് എടുത്തിട്ടാണ് നമ്മൾ പാകുന്നത്. ഈ 15 ഗ്രാം ട്രേ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ 10 ഇരട്ടി, ഒരു 150 ഗ്രാം മൈക്രോഗ്രീൻ അതിൽ നിന്ന് കിട്ടണം. പക്ഷേ അത് എപ്പോഴും അങ്ങനെ കിട്ടിയെന്നിരിക്കില്ല. സീഡിൻ്റെ ക്വാളിറ്റിയും നമ്മുടെ ചെയ്യുന്നതിൻ്റെ ഇതും വെള്ളം കൊടുക്കുന്ന എല്ലാം അനുസരിച്ചായിരിക്കും അത് കിട്ടുന്നത്. സീഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും. ആദ്യത്തെ ദിവസം നമ്മൾ കുറച്ച് നല്ലതായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം ഈ സീഡൊക്കെ ഒന്ന് കുതിർന്നിട്ടാണ് അത് മുളയ്ക്കുന്നത്. പിന്നെ ദിവസങ്ങളിൽ കുറച്ച് നമ്മൾ നനവ് നോക്കി ഒഴിച്ചാൽ മതി. നാളെ ആകുമ്പോൾ തന്നെ മുള വന്നു തുടങ്ങും. ഇത് നമ്മളിപ്പോൾ വിത്ത് പാകി കഴിഞ്ഞു. ഇനി നമ്മൾ വേറൊരു ഹോളില്ലാത്ത ട്രേ കൊണ്ട് ഇതിൻ്റെ മുകളിൽ അടച്ചു വയ്ക്കും. അടച്ചു വെച്ചതിന് ശേഷം അതിൽ ഇങ്ങനെ 2 വെയിറ്റും കൂടെ കൊടുക്കും. വെയിറ്റ് കൊടുത്താൽ ഇതിൻ്റെ മുളച്ച് താഴോട്ട് അതിൻ്റെ വേര് ഇറങ്ങുള്ളൂ. ഇപ്പം നമ്മൾ വിത്ത് ഇട്ട് കഴിഞ്ഞ് ഇനി ഈ വിത്ത് നമ്മൾ നാളെ ആകുമ്പോൾ തന്നെ ചിലപ്പം ഈ റാഡിഷ് ആണെങ്കിൽ നാളെ ആകുമ്പോൾ മുളച്ചിരിക്കും. ഓരോ വിത്തും ഓരോ സ്റ്റേജിലാണ് മുളയ്ക്കുന്നത്. ചിലത് 2ാമത്തെ ദിവസം, ചിലത് 3ാമത്തെ ദിവസം മുളയ്ക്കും. പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ കൊടുത്ത് അതിൻ്റെ ഗ്രോത്ത് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് 7ാമത്തെ ദിവസം ഇത് മൈക്രോഗ്രീൻ കട്ട് ചെയ്യാവുന്നതാണ്.